നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അതിഥികളല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ, ജാഫറിക്ക. ഒരുപാട് വലിയ കാര്യമാണ് ചോദിക്കാമോന്നറിയാം. ഞാൻ പല പല കാര്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്ന് ചിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളോട് കുടുംബ പ്രശ്നം തീർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടിപ്പോ ചോദിക്കുന്നതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ആട്ടെ, എന്താ സംഭവം? ശ്യാം ഇടനിലെന്ന് കൊണ്ടുവരുന്ന ശ്യാമാണ് നമ്മുടെ ശ്യാമോ. പുതിയ രണ്ട് പാർട്ടികളാ. അവര് വരട്ടെ, അവരുടെ സംഭവം എന്താന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട്. ശെൽവരാജു ആര്യാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത ഫ്രഷ് പ്രശ്നങ്ങളാണ്. പുതിയ പ്രശ്നം ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടില്ല. ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രശ്നമായിട്ട് വരിക. വിളിക്കട്ടെ. ശെൽവരാജിന്റെ പറഞ്ഞില്ലേ? അല്ല, ശ്യാമാ കൊണ്ടുവന്നേക്കുന്നത്. ആരുമായിക്കോട്ടെ, ശെൽവരാജിന്റെ പേരില്. ശെൽവരാജു ആര്യയുടെ പ്രശ്നമാണ് തീർക്കട്ടെ. പോരളിയാ ശ്യാമേ, ബാ, ആര്യ ശെൽവരാജിനെ വിളിച്ചോ. അമ്മ, ഞാൻ ശാലുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി. അമ്മ ഇവിടെ അമ്പലത്തിൽ ഉത്സവമല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ കയറി ഞാൻ ശാലുവിന്റെ എന്റെയും പേരിൽ ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തി. ഡിവോഴ്സ് കേസൊക്കെ അവള് പിൻവലിക്കും. അമ്മ പറഞ്ഞിട്ടില്ലേ സ്നേഹം കൊണ്ട് എല്ലാം കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന്. എന്തോന്ന് അച്ഛന്റെ തലയിൽ മൊന്തെടുത്തെറിഞ്ഞെന്നാ സീരിയൽ കാണാൻ സമ്മതിക്കാത്തോണ്ടോ? അമ്മ ഫോൺ പോയി. ശാലു ഞാനല്ല. നീയായിരുന്നോ? നിന്റെ അടുത്ത് ഞാൻ ഇവിടെ വരരുന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മള് തമ്മിലുള്ള ഡിവോഴ്സ് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇറങ്ങി പോവാൻ നോക്കിയേ, മനുഷ്യനെ ചിറ്റിക്കാനായിട്ട്. ഞാൻ പോവാൻ വേണ്ടിയല്ല നീ ഇത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തിനാ? അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ നീ തൂപ്പ് നീ തൂക്കൂല. പിന്നെ ഇത് അമ്മ തരാൻ പറഞ്ഞു. എന്താ സാധനം? വീട്ടിൽ വിളഞ്ഞൊരു നീളങ്ക, മുരിങ്ങക്കാന്ന് നാട്ടുകാർ പറയും. വെളച്ചിലെടുക്കാണ്ടേ ഇങ്ങോട്ട് പോവാൻ നോക്കിയേ. നിനക്കറിയോ രമയും സന്ധ്യയും സുമയൊക്കെ പറയുന്നത് എന്തോന്നറിയോ? ശാലിനി ഇല്ലാതെ രാജേഷിനെ കാണാൻ ഒരു രസവും ഇല്ലെന്ന്. അപ്പൊ ആ നാട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലേ? അല്ല, പെണ്ണുങ്ങളെ കുടിക്കണവര് ആണുങ്ങൾ വരൂല്ലോ. ഇത് തന്നെയാ നിങ്ങളുടെ പ്രശ്നം. നിസ്സാര കാര്യത്തിനാണ് ശാലിനി നീ എനിക്കെതിരെ കേസ് കൊടുത്തത്. ഞാൻ കൊച്ചുങ്ങളെ ചവയ്ക്കുന്ന മുറുമുറാന്ന് പറഞ്ഞ ഒരു പാക്കറ്റിൽ വരുന്ന സാധനം മേടിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എനിക്കതത്ര നിസ്സാര കാര്യമല്ല. നാട്ടിലൊരു സംസാരമുണ്ട്. കാക്ക രാജന്റെ മോളും നീയും ഒരു സൈക്കിളാണെന്ന്. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ തന്തയുടെ പൊട്ടപ്പേര് പറഞ്ഞു. കൊച്ചുങ്ങളെ ഓർത്തട്ടാ ഞാൻ. ഇനി ഓർത്തോണ്ടിരിക്കാനേ പറ്റൂ. നീ എന്നെ തല്ലിയല്ലേ? തല്ലി, ഇനിയും തല്ലും. നാട്ടിൽ നല്ലൊരു ഉത്സവം നടക്കുക. ദേ എന്റെ തനിക്കുണം നിങ്ങൾ അറിയുവേ. ഉത്സവത്തിനല്ലേ ബാല്യ നാടകമൊക്കെ നടക്കുന്ന. നീ എവിടെ എന്തൊരു കട്ടപ്പൊക്കി ഇട്ടേക്കണ താത്തറി? എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കണോ? നിങ്ങളെ ഞാൻ ഇന്ന് ശാലിനി തല്ലൂ. തല്ലും. ശാലിനി തല്ലൂ. തല്ലൂന്ന്. മീനെ, അയ്യോ, മീന് വന്ന്. ചേട്ടാ ഒന്ന് നിന്നവിടെ. എത്ര വലിയ കരോട്ട എന്ന് പറഞ്ഞാലും മീൻകാരൻ വന്നാ ഓടാത്ത പെണ്ണില്ല. നമ്മളടുത്താണ് കളി. എന്റെ പേരും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണല്ലേ. ആരടാ ഉച്ചക്ക് 12 മണിക്ക് കമ്പം കത്തിച്ചുട്ടത്? അയ്യോ, കൊടയൊക്കെ പൊട്ടി വിരിയണ വിരിയൊക്കെ നോക്ക്. ഇയാൾ എന്തുവാ ഈ പിച്ചും പേയും പറയണേ? നീ എന്നെ തല്ലിയല്ലേ? തല്ലി. നീ എന്നെ തല്ലിയല്ലേ? തല്ലി. രാജേഷ്ഠ ശാലിനി തല്ലി. ശാലിനി ആളെ കുട്ടിക്കോ? ഞാൻ ആദ്യമായിട്ട് എന്റെ ശാലിനിയെ തല്ലാൻ പോവാ. ഇവിടെ നോക്കടാ. നിനക്ക് എന്നെ തല്ലണോ അല്ലേ? തല്ലടാ. വാടാ ഇവിടെ. വാടാ വാടാ വാടാ. എന്തൊരു പ്രശ്നമാടാ? മാർബിളിന്റെ പരസ്യം. എവിടാ? നിൽക്കുന്ന സുമോ ഗുസ്തിക്കാരി. മറ്റേ തടിയനാ? തടിയനെ എവിടെ അടിച്ച് കമത്തി. അയ്യോ, ഇപ്പൊ പുതിയ വലിയ പോസ്റ്ററിൽ എവിടെ തലയിരിക്കും വരുന്ന. ഇവിടെ മാന്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേടാ. തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ മാന്യന്റെ മാന്യത നാട്ടുകാർ മുഴുവൻ കണ്ടാണ്. ആദ്യം പോയി ചാക്കിന്റെ മാറ്റി മുണ്ടെടുത്തു. അല്ല, മുണ്ട് പട്ടി അടിച്ചിട്ട് പോയെന്ന്. ഈ ചാക്ക് ഞാൻ എവിടെ കണ്ട് നല്ല പരിചയം. ഇന്നലെ രാത്രി ആണെങ്കിലേ എന്റെ വീടിന്റെ ജനലിലായിരിക്കും. അപ്പൊ ചാക്കിന് ഡബിൾ ഡ്യൂട്ടിയാണ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പറയടാ. അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. ആരെങ്കിലും ഒരാളെ പണയടേ. ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ശാലിനി കുനിഞ്ഞ് ഇന്ന് തുണി ഇറക്കുന്നു. പിക്ചറിന്റെ തലയിൽ കയറി ആ കിടക്കുന്ന കവളി മടലില്ലേ, ഇപ്പൊ തലമണ്ടേ കയറും. ഇവള് എന്നെ കണ്ട ഉടനെ പറയുന്നു, ഇവക്ക് മുറുമുറ വേണോന്ന്. എടാ, നിന്റെ സ്വന്തം ഭാര്യയല്ലേടാ. എടാ, അവള് നിന്റെ അടുത്ത് പറഞ്ഞ തെറ്റെന്തര്? എന്തോന്ന്? എടാ, കുടുംബമൊക്കെ ആകുമ്പോ മുറുമുറയും ഹരഹരയൊക്കെ വേണം. അതല്ലെന്ന്. പിന്നെ ഈ കവറിൽ വരുന്നതേ. കവറിൽ വരുന്ന കൊച്ചുങ്ങളെ ചവയ്ക്കുമ്പോ കിരികിര സൗണ്ട് ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലായി. കാര്യം മനസ്സിലായില്ലേ? ചെവി കൊണ്ടുവാ. കൊച്ചുകൾ കഴിക്കുന്ന മുറുമുറ കഴിക്കുന്ന
സാധനമല്ലേ? അപ്പൊ നിനക്കറിയാം, അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ ഈ പൊട്ടങ്ങളി കളിച്ചത്. അതിന്റെ പേരിൽ അവിടെ കേസ് കൊടുത്തുന്നു, ഡിവോഴ്സ് കേസ്. കേസ് കൊടുത്ത ഞാൻ സംസാരിക്കണ എന്റെ പൊന്നുമക്കളെ. എന്തോ? നീ ഒരു പെങ്കൊച്ചല്ലേടി? അതെ. ഇതിനൊക്കെ ഒരു തഞ്ചവും തരവൊക്കെ വേണ്ട എന്റെ പൊന്നുമോളെ. എന്റെ പൊന്നു രവിയേട്ടാ, ഞാനൊരു പാവമാ. ഞാനും ഭയങ്കര പാവോട്. രണ്ടുപേരും കൂടെ ഈ പാലത്തിന്റെ അടിയിൽ കിടന്ന് പാവം ചെയ്തിട്ട് ആ കേസും കൂടെ എന്റെ തല വെച്ച് തരില്ലേ? ചുമ്മാ കാര്യം സംസാരിക്കുന്ന നിന്റെ പ്രശ്നം എന്താണെന്ന് പറയടി. എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിട്ട് എന്താ ആഗ്രഹം അറിയാവോ? ഒരു കഞ്ചെടുത്ത് പറഞ്ഞുകൂടായിരുന്ന? അല്ല പായെന്നല്ലേ? അതെനിക്ക് വരൂല്ല. വരും, ഭർത്താവ് വന്നതല്ലേ ഉള്ളു. പായും തലങ്ങണിയും വരും. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞേ. എടി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? ഡോക്ടറെ കണ്ടു, ഏ. വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഡോക്ടറെ മര്യാദയ്ക്ക് വേണം, വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യം കൂടെ പറയാൻ. ഡോക്ടർ വെള്ളം കുടിക്കണ കാര്യമല്ല, പിന്നെ? ഇയാളോട് വെള്ളം കുടിക്കാൻ. എന്നിട്ട് നീ വെള്ളം കൊടുത്താ? ധാരാളം കൊടുക്കണ്ട്. എന്നിട്ട് അതിന്റെ ഇരട്ടി കൊണ്ടുവന്ന് മുള്ളിക്കളെ. ഈ മുള്ളിക്കൊണ്ട് നടക്കുന്നിടത്ത കൊച്ചുങ്ങളെ കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ഇവിടെ രാജേഷേ, ഇങ്ങനെയൊക്കെ പോയാ എങ്ങനെയാടാ? എന്റെ മൂത്രമല്ലേ പോണോ? നിന്റെ കാലിലൊന്നും വന്ന് തട്ടുന്നില്ലല്ലോ. എനിക്ക് അതല്ലെന്ന്. എനിക്കാണെങ്കിലേ കാറ്റടിച്ച 2 തുള്ളി. അതിനായിരിക്കും ചാക്ക് വലിച്ച് കെട്ടിയിരിക്കുന്നത്. അതല്ലെന്ന്. ഇടാ, എനിക്ക് 48 വയസ്സായി, ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചില്ല. കാര്യം എന്തെന്നറിയാമോ? ചാക്ക് എഴുതാൻ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും. അതല്ലെന്ന്. താല്പര്യമേ ഇല്ല. ആർക്ക്? പെണ്ണിന്റെ വീട്ടുകാർക്ക്. അപ്പൊ പെണ്ണിനോ? എന്നെ കണ്ടുകൊണ്ടെടുത്ത് കെട്ടി ചാടി. അന്തസ്. അന്തസ്സാ. എന്റെ ജീവിത പശ്ചാത്തലത്തിൽ വെച്ച് ഞാനൊരു ഉപദേശം പറഞ്ഞുതരാ. കുടുംബത്തിന്റെ അടിത്തറയാണ് ഞാൻ പറയാൻ പോണത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇതെങ്ങനെ ഈ വാചകം കറക്റ്റ് ആയിട്ട് വായിൽ വന്നത്? ഈ പുരാണങ്ങൾ വായിച്ചിട്ടുണ്ടോ? താളിയോല ഗ്രന്ഥങ്ങൾ അതൊന്നും ഗ്രഹിച്ചിട്ടുണ്ടോ? നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം ഒന്നും അല്ലടേ, നല്ല വായന. ഈ പാലത്തിനിടെ ഏറ്റവും നല്ല രീതിയിൽ വായിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യ, ഈ വൃത്തികെട്ടവൻ എന്റെ തല കയറിയില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ശങ്കർ എന്റെ മുറച്ചെറുക്കൻ എന്നെ കല്യാണം കഴിക്കാനിരുന്നതാ. എടാ, ഈ ഞാൻ നിന്റെ കല്യാണത്തിൽ വന്നതാണല്ലേ. ഈ ആരാണ് ഈ ഡോക്ടർ ശങ്കർ? ഞാൻ കണ്ടിട്ടില്ല. ഒരു കരിയിലെ വെച്ചോണ്ടേ ഒരു ശങ്കർ സിമ്മന്റെ ബനിയനും ഇട്ടോണ്ട് ഇങ്ങനെ കല്യാണ മണ്ഡപത്തിൽ ഞാനാണ് ഡോക്ടർ ശങ്കർ, ഞാനാണ് ഡോക്ടർ ശങ്കർ ഇങ്ങനെ പറഞ്ഞ് നടന്നില്ലേ? ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നേരെ പായസത്തിരുത്ത് ചാടിയിട്ട് അണ്ടിപ്പരിപ്പ് ഉള്ളി പറക്കി തിന്നിട്ട് അത് ബാക്കിയുള്ളത് കഷ്ടത്ത് വെച്ചോണ്ട് പോയാ. ഇപ്പൊ മനസ്സിലായി. അതാണ് അവള് പറഞ്ഞ ഡോക്ടർ ശങ്കർ. മൊത്തം കള്ളത്തരമാണെന്ന് ഇവളെ ജീവിതം മൊത്തം. നിങ്ങളുടെ കുടുംബത്തിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. എന്റെ കുടുംബത്തിന് എന്ത് കുഴപ്പമോടി? എന്റെ അച്ചാച്ചൻ ഒന്നാം തരം ഒരു വേട്ടക്കാരനായിരുന്നു, അറിയാവോ? 8 മക്കളായിരുന്നു. ചില്ലറ വേട്ടയൊന്നുമല്ല നടത്തിയത്. എന്റെ അച്ഛാമ്മ ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടാടാ. അച്ഛാമ്മ ഇഗലോസഭാസ എലാസ്റ്റിക് അടിച്ചെന്നാ? അല്ല, ഇഗലോകഭാസം വെടിഞ്ഞു പോയി. മലയാളത്തിൽ പറയടേ. ചത്തു എന്ന്. ചത്തതല്ലടാ, അവർ നിന്റെ അച്ചാച്ചനെ പേടിച്ച് ഉയരം കൊണ്ട് ഓടിയതാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ജീവിത പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു പുതിയൊരു അറിവ് തരണമെന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അടുത്ത് വന്നാണ്. അതായത് ശ്രദ്ധിച്ച് കേട്ടോണേ, ചട്ടിയും കലം ആവുമ്പോ തട്ടിയെന്നും മുട്ടിയെന്നും പറഞ്ഞിരിക്കും. മീറ്റർ തെറ്റിയതാ. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനും എന്റെ പെണ്ണും പിള്ളേം കൂടെ വീട്ടിൽ വഴക്കിടുമ്പോ ചാക്ക് കൊടുത്തോണ്ട് ഇവിടെ വന്നിട്ട് ഇത്തരം പന്ന ന്യായം പറയണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കൂടുമ്പോ ഇമ്പുള്ളത് കുടുംബമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇനി പറയോ? ചട്ടിയും കല തട്ടിയും മുട്ടിയിരിക്കുന്നു. ഇനി പറയോ? ചാക്കിന്റെ ഗുണമെങ്കിലും കാണിക്കണ്ടേ? നീ എന്നെ അടിച്ചില്ലേടാ? എടാ, ഇരിക്കുന്നതേ എന്റെ അച്ഛനാ. എന്റെ അച്ഛൻ ഇത് അച്ഛനായിരുന്ന? ഞാൻ വിചാരിച്ച ആരാ നാടൻ ചേമ്പ് ചാണകം മെഴുകി ചാക്കി കെട്ടി വെച്ചേക്കുന്നെന്ന്. മഴയൊക്കെയാണ് വരുന്ന കേട്ടാ. ഗുണ്ടയെ അച്ഛനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്ന് ആള് വന്നെടുത്ത് നട്ടുകളയും. എടാ, നീ എന്റെ അച്ഛനെ കളിയാക്കാ. നിന്റെ കുടുംബാരെ നീ നോക്കിയാ മതിടാ. എന്റെ കുടുംബാരെ ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്ത് നോക്കുന്നില്ല? ഞാൻ നിനക്ക് ആഹാരത്തിന് പൈസ തരുന്നില്ലേടി? ഡ്രസ്സിന് പൈസ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ചെലവ് നോക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. 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 കൊടുത്തോ? ഞാൻ 3 കാര്യങ്ങളെ എന്റെ കുടുംബത്തിന് ഇപ്പം കൊടുത്തെന്ന് പറഞ്ഞോളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നീ കൊടുത്തത്? അവസാനം പറഞ്ഞാൽ കേട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലോ അവസാനം. ഞാൻ പറയുന്ന അനുസരിച്ച് ചാടിക്കറി ഞാൻ കൊടുക്കാൻ നിൽക്കണം. എന്റെ കുടുംബം നോക്കേണ്ട എന്റെ ഉത്തരവാദിത്വമല്ലേ? ഇനി മേലെ ചാക്കം കെട്ടിക്കൊണ്ട് ഇതുപോലുള്ള പോപ്രായി കാണിക്കും എന്റെ വീട്ടിൽ. എടാ, ആദ്യം നിന്റെ കൈ സഹിച്ച് ഞാൻ കടിച്ച്. അയ്യോ, ആദ്യം നീ എന്റെ കൈ കടിച്ച് ഞാൻ സഹിച്ച്. ഇപ്പൊ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എടാ, ഈ നാട്ടിൽ എന്നെ തല്ല അത്രയും ധൈര്യമുള്ള ആണായി പറഞ്ഞ ആരുമില്ല. മനസ്സിലാണോ നിനക്ക്? എന്റെ കെട്ടിയോനെ തല്ലാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാൻ നീ ആദ്യം പറഞ്ഞ കറക്റ്റാടാ. എന്തെന്ന്?
സുമോ ഗുസ്തി. എടാ ഉയരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോടാ. നീ പഞ്ചായത്തിൽ കണ്ടുപോകരുത്. ആര് പറയാ? നിങ്ങൾ അവിടെ പോണ്. അല്ല മിനി ചിക്കൻ മേടിക്കണ്ടേ? എനിക്ക് ചിക്കനോ? അല്ലല്ല ഉത്സവല്ലേ, മീനും ചിക്കനും ഒക്കെ മേടിക്കണ്ടേ? എന്നാലേ ഞാൻ ആദ്യം പറഞ്ഞ സാധനം കൂടെ ഒന്ന് മേടിച്ചോ. അതെന്തോന്ന്? മറ്റേ 5 രൂപ പാക്കറ്റിൽ കിട്ട മുറുമുറ. മുറുമുറ്. അടിപൊളിയായിരുന്നു ശ്യാമെ. പുതിയ ടീമായിട്ട് വന്ന് ആദ്യത്തെ സ്കിറ്റ് തന്നെ ഉഷാറാക്കിയിട്ടുണ്ട്. നസീർക്ക നല്ലൊരു സ്കിറ്റായിരുന്നു. പക്ഷേ ഈ ഡയലോഗ് പ്രസന്റേഷന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രസന്റ് ചെയ്തതിന്റെ ആ രീതി ആയിരിക്കും ഒരു പക്ഷേ സെൽവന്റെ ആ കളി ശൈലിയാണ്. കൂട്ട് നടുക്ക് പിടിച്ചിരിക്കുന്ന ആള് കൊള്ളാം. നീ ഉള്ള കാര്യം ചാക്കൂട്ട ഇതൊന്ന് അടുപ്പിച്ചാൽ മതി. നമുക്ക് ആ കുറച്ച് ലാഗ് വിട്ടിട്ട് ഈ സാധനം തന്നെ ഒന്ന് അടുപ്പിച്ച് കിട്ടാനുള്ള കുറച്ചുകൂടെ രസമായനെ. കുഴപ്പമില്ല, ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജ് അല്ലേ. അടുത്ത പ്രാവശ്യം നന്നാക്കി വരണം. കാര്യം നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം അതേപോലെ വരിക. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. താങ്ക് യു ജാഫർക്ക. ഇതിനകത്ത് കുറച്ച് കോമഡി കുറഞ്ഞു പോയി. കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങൾ കുറഞ്ഞു പോയി. നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. നിങ്ങളുടെ ആ നിലവാരത്തിലേക്ക് വന്നില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് വരുകയും ചെയ്യണം. നിങ്ങൾ ഇനി ഇവിടെ വരുകയും ചെയ്യണം. പൊളിച്ചെടുക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആര്യ ഗംഭീരമായിരുന്നു കേട്ടോ. ആര്യ ഉഗ്രനായിട്ട് ആര്യ പെർഫോം ചെയ്തു. കാര്യം ഇതുപോലെ 2 പേരോടൊപ്പം നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ആര്യ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എറണാകുളം തന്നെയാണ് കേട്ടോ. ഉഗ്രനായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ആര്യ, ഗംഭീരമായിരുന്നു. ശ്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്യാം നമ്മുടെ ഇവിടുത്തെ മിക്ക ടീമിന്റെ കൂടെ കയറി ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ശ്യാം. അതെ, അതുകൊണ്ട് ശ്യാമിനെ ഏത് ടീമിലെടുത്തിട്ടാലും ശ്യാം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ സേഫാണ്. ശ്യാം അതിനകത്തൊരു ഒരു ഗംഭീര പൊളിച്ചിട്ട് ശ്യാം പോകുള്ളൂ നമുക്കറിയാം. അതുകൊണ്ട് ശ്യാമും ഇന്ന് ഗംഭീരമായിരുന്നു. ശ്യാമിന്റെ ഭാഗങ്ങളും ശ്യാമ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ സെൽവനെ കുറിച്ച് പറയാനുള്ളത്, എനിക്ക് ജീവ, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് മിമിക്രി. അതായത് ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു വന്ന കുറേ പേരുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒപ്പം ഉള്ളതാണ് ഈ നമ്മുടെ നോബി, മാസീസും ഒക്കെ. ആ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സെൽവൻ്റെ ഒരുപാട് പെർഫോമൻസുകൾ കണ്ട് ഞാൻ പേഴ്സണലായിട്ട് സെൽവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സെൽവ ഉഗ്രനായിട്ടുണ്ട്, ഗംഭീരമായിട്ട്. അതുപോലെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് സെൽവനെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സെൽവൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് സ്കിറ്റിന്. അത് ഇന്നിവിടെ വന്നില്ല. ആ ഒരു തമാശയുടെ ലെവലുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതല്ലാതെ നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെന്നോ സ്കിറ്റ് ഓവറോൾ മോശമാണെന്നോ ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ നെക്സ്റ്റ് ടൈം ഇതിലും ഗംഭീര ചിരികളുമായിട്ട് ഇനിയും വരണം കേട്ടോ. ഞങ്ങളിവിടെ ഒരുപാട് ഗംഭീര പൊട്ടിച്ചിരികൾ അല്ല, നമ്മൾ സിൽവർ പഞ്ചും ഗോൾഡൻ പഞ്ചും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ് തീർച്ചയായിട്ടും സെൽവനും ആര്യയും നിങ്ങളും എല്ലാം. ഓക്കെ, ശ്യാമും എല്ലാം. ഓക്കെ, അപ്പോൾ ഇനിയും വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമുക്ക് ഇവിടുത്തെ നിങ്ങളുടെ 2 പേരുടെ ആദ്യത്തെ മാർക്സ് വാങ്ങിക്കാം അല്ലേ? ജാഫർക്ക 8000 രൂപ. ഓക്കെ ഷാൻ ചേട്ടാ. അപ്പൊ ജാഫർക്ക 8 കൊടുത്തുണ്ടെങ്കിൽ ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 8000 കൊടുത്തു. 16000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പൊ ബാക്കിൽ വരും. അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഇവിടെ നോക്കാം കേട്ടോ. 30000 രൂപ തെറ്റില്ലാത്ത എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് കൂടുതൽ വാങ്ങിക്കാം. അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരട്ടെ. ഇനിയിപ്പം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് അല്ല, ഇനിയിപ്പം നമ്മുടെ സ്റ്റേജാണ്. അപ്പൊ ശരി, അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ. ഉത്സവം നിങ്ങൾ നടത്തുന്നതുകൊണ്ട് പറയാം, ഒരാവശ്യം കൂടെ ഉണ്ട് എനിക്ക്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി ഈ ഉത്സവത്തിൽ നമ്മൾ ചെയ്തു. ഒരാരെങ്കിലും കുഞ്ഞ് കുറെ നാളായിട്ട് അരങ്ങേറ്റം നടത്തണം എന്ന് പറഞ്ഞെങ്കിലും അരങ്ങേറ്റം വേണം. അല്ല, അത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണേ. ജീവ ഒരു മോശം കാര്യത്തിന് വേണ്ടി നമ്മളോട് പറയില്ല. അതെ, തുലാഭാരം ചെയ്തോളാം ഞങ്ങൾ പറഞ്ഞില്ല. അതാ ഒന്നുമില്ല, ഒരു കുഞ്ഞിന്റെ അരങ്ങേറ്റം നടത്തിക്കോ. അപ്പന്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ അപ്പനില്ല. ആണോ? അപ്പം അവരെല്ലാവരും വിളിക്കട്ടെ. എടാ അമലേ, എടാ കൊച്ചിനെ കൊണ്ട് വാടാ, അരങ്ങേറ്റം നടന്നു. അമ്മേ ശരണം ദേവീ ശരണം. എന്റെ ഭാര്യ സുമ്മയുടെ ശ്രദ്ധയ്ക്ക് വീട് പൂട്ടി താക്കോല് ഞാൻ കയറ്റുപാടടി വെച്ചിട്ടുണ്ട്. ഇത് ഞാനും നീയും നമ്മുടെ അമ്മയല്ലാണ്ട് വേറെ ആരും അറിയരുത്. വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഏതാ ഈ മണ്ടൻ? നിങ്ങളുടെ അച്ഛൻ. നിന്റെ അച്ഛൻ? കാര്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ
അച്ഛനെന്ന്. അയ്യോ ഈ മണ്ടൻ തന്നെ കൊണ്ട് തോച്ചു പോയില്ല, പുള്ളി അനൗൺസ് കയറിയിരിക്കുന്ന. ഹലോ ഹലോ, അച്ഛൻ എന്നെ പരിപാടി കാണിച്ചത്? ഞാൻ എന്താ കാണിച്ചത്? പെര പൂട്ടി താക്കോല് കയറ്റുപോയ അടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? മേലെ ഇമാതിരി മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. ഇല്ല മോനെ, ഇല്ല മോനെ. ഇനി പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, എന്തോ കയറ്റുപാടടിയിൽ താക്കോലില്ല. പിന്നെ ഇതും പറഞ്ഞ് എന്റെ മോൻ ഹരിക്കുട്ടൻ എന്നെ വിളിച്ചിട്ടുമില്ല. ദേ, ഒരു 4 പാമ്പുളി കിട്ടൂ. എന്തിനാ? അങ്ങ് റണ്ണാക്കിയിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ. ഒരു മിനിറ്റ്. എന്നാ നോക്കുന്നേ? പാമ്പ് ഗുളിക. എന്റെ പൊന്നോമനകുമാരി, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എടി 5 വർഷമായില്ലേ നീ കയ്യിൽ കുത്തുന്നു? ഇതുവരെയായിട്ട് നിന്റെ അരങ്ങേറ്റം നടന്നോ? കഴിഞ്ഞ കൊല്ലം എന്റെ അരങ്ങേറ്റം നടക്കാത്തത് നിങ്ങളുടെ അച്ഛൻ കാരണമാ. അച്ഛനെന്തോ ഇത്? എന്തോ ചെയ്തെന്നാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുച്ചിപ്പൊടി കയറുന്നേരം നിങ്ങൾ അച്ഛനോട് പറഞ്ഞേ, അച്ഛാ എനിക്കൊരു പ്ലേറ്റ് കൊണ്ട് തരുമോന്ന്. അച്ഛൻ പ്ലേറ്റ് കൊണ്ട് തന്നില്ലേ? കൊണ്ട് തന്നു, ഡിസ്പോസിബിൾ പ്ലേറ്റ്. എടി നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛന് വിജയ് യേശുദാസിനെ പോലെ വലിയൊരു ഡാൻസുകാരനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അതിന് വിജയവിശ്വാസ ഗായകനല്ലേ? അതാ മണ്ടൻ തന്തയ്ക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോഴും സ്പൈഡർമാൻ ദൈവമാണെന്ന് പറഞ്ഞാണ് അങ്ങേര് നടക്കുന്നത്. മനസ്സിലായോ? മനുഷ്യ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ എന്റെ ഈ കാല് ചെലങ്കിട്ട് കാണണമെന്നുള്ളത്. അത് പുള്ളിയുടെ കാലിലെ ചെങ്ങല കണ്ട് മറത്തിട്ടായി. എന്റെ അരങ്ങേറ്റവാ, നിങ്ങൾ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്റെ പൊന്നടി നീ ഒരു കാര്യം ചെയ്യ്, നല്ല കിടുക്കാച്ചായിട്ട് ഡാൻസ് കളിക്ക്. അല്ലെ ഇപ്പൊ ഞാൻ പറയാനാ? ഇതെങ്ങനെയുണ്ട്? സത്യത്തിൽ ഇത് എന്നാ ഇത്? ഞാൻ പ്രാക്ടീസ് ചെയ്തേ, കൊള്ളത്തില്ലേ? അയ്യടാ, ഈ പിള്ളേരുടെ ചന്തിക്കിട്ട് ചൂരിലോട്ട് നടക്കുമ്പോ തിരുമുന്ന പോലെ ഉണ്ട്. ഒളിയോ ഇയാൾ എവിടെ നിൽക്കുവായിരുന്നോ? അലയിലായിരുന്നാ? അളിയമ്മ ആരാന്ന് ഓർത്ത്? ഞാൻ വിചാരിച്ച തൂശനല്ലേ നടന്നു പോകുന്നായിരിക്കും. ട്യൂഷനിലെയോ? അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരുടെ ഡ്രസ് കോഡാ. ഇതോ? ആ. ഓ, ഇതൊക്കെ കുറെ ഭയങ്കര അല്ലയോടി. അളിയ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന് തീരുമാനം ഉണ്ടാക്കുന്ന ഞാനല്ല, പിന്നെ ഡോക്ടറാ. ഏതിന്? അല്ല, കുഴിനകത്തിന്. ഞാൻ വല്ലതും പറയും. കുഴിനകത്തിന്റെ കാര്യം പറയാനാണോ ഞാൻ ഈ കയറി വന്നേ? പിന്നെ അളിയന് ഞാൻ എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നിട്ടാണോ ഇവിടെ കെട്ടിച്ചേ? അതെ. എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നോ? അതെ. മുഴുവൻ സ്ത്രീധനം എടാ, ചെറുക്കാ, തന്നടാ. ചുമ്മാ. പിന്നെ എന്തിനാ അളിയ എന്റെ അച്ഛൻ ചാകാൻ കിടന്നപ്പോ അവളാ ഉടായ്പ പരിപാടി കാണിച്ചത്? എന്നാ ഉടായിപ്പോ അളിയെ കാണിച്ചത്? മരിക്കാൻ കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് അവളെ എന്നിട്ട് പറയുക, എന്തായാലും നമ്മൾ വേർപിരിയാൻ പോവല്ലേ, അതുകൊണ്ട് അച്ഛനെനിക്കൊരു ഓട്ടോഗ്രാഫ് തരാൻ. അല്ല, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത് എന്നെ ഇപ്പൊ തെറ്റ്. അവൾ ആ ഓട്ടോഗ്രാഫ് മേടിച്ചത് 500-ന്റെ മുദ്രപത്രത്തില. ഞാനും എന്റെ അമ്മയും കിടക്കുന്ന വീട് ഇപ്പൊ ഇവളുടെ പേരിലിരിക്കുന്നത്, അതെനിക്ക് എഴുതി തരണം. എന്റെ പൊന്നളിയാ, ഞാൻ ഒപ്പിട്ട് തരാം. ഉപ്പിലിട്ട് നീ തന്നെ നിന്നാ മതി. ഇന്ന് എനിക്ക് എന്റെ വീട് എഴുതി തരണം. എടാ ചെറുക്കാ, ഞാൻ ഒപ്പിട്ട് തരാന്ന്. തരണം. ആ, ഞാനിപ്പോ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം. അവിടെ പോയി മുള്ള പോലീസ് പിടിച്ചോണ്ടോ? എന്റെ മൂത്രം എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? ചേടാ, അതല്ല പറഞ്ഞത്. അവിടെ ചെന്ന് മുള്ളിയാ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്റെ ശരീരത്തിൽ നിന്ന് ബാഷ്പീകരിക്കട്ടെ. അങ്ങ് തീരട്ടാ. നിന്റെ ചേച്ചിയില്ലടാ ഇത്. എത്ര വർഷമായി അവളെ അരങ്ങേരത്തിന് കൈ കുത്തുന്നു. അവൾ ഇതുവരെ കേറിയില്ല. നീ ഒരു കലാകാരനല്ലല്ലോ. ഞാൻ കലാകാരനല്ലെന്ന് മാത്രം അളിയാൻ പറയല്ലേ. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ പടം വരയ്ക്കാൻ കൊണ്ട് ചേർത്തതാ. അവിടെ ഒരു കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട്. അതെങ്ങനെ അളിയാ കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു? പിന്നെ അവിടുത്തെ ടീച്ചറിന്റെ പടം ടോയ്ലറ്റ് വരച്ച് വെച്ച് അവരെന്നെ പറഞ്ഞു വിടുക. അത്രയൊക്കെ ഉണ്ട് അവന്റെ ഭംഗി. മനുഷ്യ, അവൻ എന്നോട് പിണക്കവാ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് സമാധാനിപ്പിക്കേ. ഞാൻ സമാധാനിപ്പിക്കൂല. സമാധാനിപ്പിക്കും. അറിയോ എന്തോട് നീ എന്നോട് അങ്ങനെ സംസാരിക്കരുത് അളിയാ. ഞാൻ സംസാരിക്കും. നിന്നെ ഈ നെഞ്ചത്തിട്ടുള്ള ഞാൻ വളർത്തിയത്. ഇതുവരെ നിന്നെ ഞാൻ വേദന അറിയിച്ചിട്ടുണ്ടോ? അളിയ, നീ എന്റെ അടുത്ത് ആവർത്താനം പറയല്ലേ. പണ്ട് നീയും ഞാൻ ചൂണ്ടിയിടാൻ പോയപ്പോ വിര തീർന്നെന്ന് പറഞ്ഞ് എന്നെ കുറത്ത് തോട്ടിലിട്ടവനല്ലടാ നീ. എന്നൊക്കെയാണോ ഈ പറയുന്നത്? അളിയൻ അങ്ങനെ സംസാരിക്കരുത്. എനിക്ക് ആ വീട് എഴുതി തന്നെ, അത് വിറ്റിട്ട് വേണം എനിക്കൊരു വൈദ്യശാല തുടങ്ങാൻ. അത് കൊള്ളാളിയാ. വൈദ്യശാല നല്ല പരിപാടി. നല്ല പരിപാടി. അല്ല, ഈ വൈദ്യശാല പരിപാടിക്ക് അളിയ എങ്ങനെ അറിയാം? എന്റെ അമ്മായിച്ചെന്ന് പറഞ്ഞ പുള്ളി മറ്റേ ഈ ലാടവീര്യ പരിപാടി, പുള്ളി മയിലെണ്ണ, കുരങ്ങെണ്ണ, പുതിയ എണ്ണയൊക്കെ കൊണ്ട് തന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിൽക്കും. അങ്ങനത്തെ പരിപാടിയാ. അതെ. അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കും. അളിയ, ഈ മയിലെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ലേ? ഇല്ല. പറഞ്ഞുതരാം. രാവിലെ ആകുമ്പോൾ ഞാൻ കുറെ മയിലൊരു കുറെ കൊപ്രയും കിട്ടി കൊടുക്കും. ഇതുങ്ങൾ വന്ന് ഇത് കൊത്തിപ്പിടിക്കങ്ങ് തിന്നും. ഒരു ഉച്ചമുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ആ മയിലിന്റെ മൂട്ടിച്ചെന്ന് പറയും, ഒഴിമയിലേ, ഇങ്ങോട്ട് ഒഴിമയിലേ. ഇതിങ്ങളിങ്ങനെ മൂത്രമൊഴിച്ച് തിന്നും. ആ എണ്ണയാണ് മയിലെണ്ണ. നിനക്ക് വേണോ ആ മയിലെണ്ണ? എനിക്ക് നിന്റെ ഒരു മയിലെണ്ണ വേണ്ട. അനിയൻകുട്ടാ, ഈ ചേച്ചി നിന്നോട് തെറ്റ് ചെയ്തപ്പോൾ നിനക്ക് എന്നോട് മിണ്ടാൻ പോയല്ലേ? നീ എന്നോട് സംസാരിക്കരുത്. എന്നെയും എന്റെ അച്ഛനെയും പറ്റിച്ച് സ്വത്തുക്കൾ കൊണ്ടുപോയ വഞ്ചകി, നിനക്ക് മാപ്പില്ല. അനിക്കുട്ടാ, ഇവർ എന്ത് തെറ്റ് നിന്റെ അടുത്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്? വായി തൊന്നെ വിളിച്ച് പറയില്ലേ? എന്തുവാട് തെരുവുനാട്? മര്യാദയ്ക്കാൻ പറയാ. ഡാൻസ് കളിച്ചോണം, പോയി ഡാൻസ് കളിക്കണി. അമ്മേ ശരണം, ദേവി ശരണം.
കൈരളി നൃത്ത വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അഴിഞ്ഞാട്ടം സോറി അരങ്ങേറ്റം ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. ചേച്ചി ചേട്ടാ എന്നെ അനുഗ്രഹിക്കണേ അനിയൻകുട്ടാ. പിന്നെ ചേച്ചി ഇപ്പൊ ഡാൻസ് കളിച്ച് വലിയൊരു നൃത്തകയായ എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ, ഒരു ഓട്ടോഗ്രാഫ് തരാമോ? അനിയൻകുട്ടാ എന്റെ ഐഡിയ ആണ് കേട്ടാ. പിടിയടാ പാട്ടറ പാട്ടറ പാട്ടറ. എന്നാളിയാ പ്രശ്നം? കഴിക്കണ പാത്രത്തിൽ കയറിയാണോ നിക്കണത്? ചേച്ചി കളി ചേച്ചി. യു കണ്ടിന്യൂ. ഞാൻ അലമ്പൂടാ. എന്നാ തോന്നിയ തളി കാണിക്കുന്നത്? മലയാളത്തിലെ മോഹൻലാൽ ഇങ്ങനെയാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂവിക്കളയും. ഓ നശിപ്പിച്ച് നിന്റെ ചേച്ചിയുടെ അരങ്ങേറ്റം നീ നശിപ്പിച്ചില്ലടാ. നശിപ്പിക്കും. എന്നെ പരിപാടിയാണോ നീ കാണിച്ചത്? ആരും കരയണ്ട, അരങ്ങേറിക്കോ, ഞാൻ പൊക്കോളാം. കളിയാ എനിക്ക് തന്നോടുള്ള ദേഷ്യം തന്റെ ചെറുക്കനോടില്ല. പൂരപ്പറമ്പിൽ കെട്ടി കിട്ടിയതാ റബ്ബർ ബോൾ കളിക്കാൻ കൊടുക്കും. അത് നന്നാറിയാ. കഴിഞ്ഞ ദിവസം അവൻ ഇതുപോലെ ഒരെണ്ണം ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ ഈ റബ്ബർ ബോളിന്റെ പ്രത്യേകത എന്നാ ആളുക, എന്നാ ഇത് കരിക്കണം, ഇല്ലെങ്കിൽ ഇത് ബൗൺസ് കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മൾ കരിക്കണം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇത് കരിച്ചിട്ടൊക്കെ ആയിരുന്നു ഉള്ള പരിപാടി. ആണല്ലേ? പിന്നെ എന്നിട്ട് കരിച്ചിട്ട് വെച്ചിട്ട് തേക്കണം. അപ്പൊ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെടിപ്പുരയിൽ നിന്ന് ഒരു ഗുണ്ട് കാണാതെ പോയിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ കമ്മിറ്റി ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ്. ഏതോ മണ്ടൻ ഗുണ്ടൊക്കെ എടുത്തോണ്ട് പോണുണ്ട്. അളിയാ ഗുണ്ട്. അയ്യോ. ആർക്കും ഒന്നും പറ്റിയില്ല. അമ്മ ശരണം ദേവി ശരണം ഇപ്പോഴാണ് ആ മൈക്കിനൊരു റെസ്റ്റ് കിട്ടി. അങ്ങനെ നമ്മുടെ ഉത്സവത്തിന് ഭംഗിയായിട്ട് അരങ്ങേറ്റം നടന്നു. നല്ലൊരു കൈഡി കൊടുക്കാം നസീർക്ക. മൊത്തത്തിൽ ഒരു രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്, ഡാൻസിൻ്റെ വേഷമൊക്കെ ഇട്ട് വരുമ്പോൾ. പക്ഷെ ചിരിക്കാൻ ഒന്നും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. കളി നന്നായിട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഉള്ളത് കുഴപ്പമില്ലാതെ ചെയ്തിങ്ങ് പോയി. നമുക്ക് വേണ്ടത് ചിരിക്കാനാണ്. ഇത്രയും ആൾക്കാർ ഇരിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകരിരിക്കുന്നത് ചിരി കാണാൻ വേണ്ടിയിട്ടാണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു നസീർക്ക. ജാഫർക്ക, നിങ്ങൾ നല്ല മനോഹരമായിട്ട് ഈ സാധനം കളിച്ചങ്ങ് തീർത്തു. പക്ഷെ ചിരിക്കാനുണ്ടായില്ല. നന്നായിട്ട് ഞങ്ങൾ കളിച്ച് ഒരു വാക്ക് ഒരെണ്ണം മിസ്സാകാതെ നിങ്ങൾ കളിച്ചങ്ങ് പോയി എത്തിച്ച് നല്ല കറക്റ്റാക്കി. പക്ഷെ ചിരിക്കാനില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജാഫർക്ക. ഷാജൻ ചേട്ടാ, ഇന്ന് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ആ കൗണ്ടറിന് വേണ്ടി മാത്രമാണോ അമല ഈ കോസ്റ്റ്യൂം ഇട്ടത്? ആ വാഴയില അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ ഗ്രീൻ ഇട്ടതെന്ന് ചോദിക്കായിരുന്നു. ആണല്ലേ? ആ ഒറ്റ കാര്യത്തിന് അത്രയും പൈസ കളഞ്ഞില്ല. അല്ല, അതല്ല ചോദിക്കായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ഓരോരോ കണ്ടെത്തലുകളാണ്. അത് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. അത് ഓരോ ദിവസത്തിൻ്റെ പോലെ ഇരിക്കും. പക്ഷേ ഇന്ന് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ക്ലാസ്സിനനുസരിച്ചുള്ളൊരു സ്കിറ്റ് അല്ലായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ്സിന് പറ്റിയ ഒരു സാധനം അല്ലായിരുന്നു ആക്ച്വലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ചില ദിവസം ശരിയാവില്ല. ഇന്ന് കയ്യിൽ നിന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ കലക്കും. അപ്പോൾ നസീർക്ക നമുക്ക് ഐശ്വര്യമായിട്ട് മാർക്സ് 3000 രൂപ കിട്ടിയിട്ടുണ്ട്. ജാഫർക്ക, ഞാനൊരു 3000 രൂപ കൊടുത്തു. 6000 രൂപ കിട്ടിയിട്ടുണ്ട്. ഷാജേട്ടാ, ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇവരെല്ലാവരും പറഞ്ഞ പോലെ 1 ലക്ഷം വാങ്ങിച്ച ടീമിൽ നിന്ന് നമ്മൾ ഈ 10000 അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രേക്ഷകരൊക്കെ അടുത്ത പ്രാവശ്യം. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ജാഫർക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയാണ് സ്കിറ്റ് കളിക്കാൻ വരുന്നത്. അച്ഛൻ, അമ്മ, മകൻ. ഇവർക്ക് ആർക്കെങ്കിലും ലീവ് ഉള്ളപ്പം മകള് ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ആ ഫാമിലിയാണ് വരാൻ പോകുന്നത്. നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന കേട്ടോ. വിളിക്കട്ടെ ഫാമിലി പാക്കിനെ വിളിക്കൂ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദ എസ് ഫാമിലി. സനീഷ്,
സിന്ധു ആൻഡ് സൈന്ദവ്. വേറെ എനിക്ക് വേണ്ടി ധനം കേടി കെട്ടിവെച്ചിട്ട് അത് മൊത്തവും തിന്നു മുടിച്ച എന്റെ അപ്പനപ്പൂപ്പന്മാരെ, ഇന്നത്തെ ചെലവിനുള്ളതിന് ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വിടണേ. ഇവിടെ ആരുമില്ലേ? ആരാ? ഞാനാ സ്വാമി. ആഹാ, അപ്പൊ ഞാൻ ആരാ? സൈക്കിള ചക്കാരനാണോ? അതല്ല, ഞാൻ ഹേമ. നിനക്ക് ഗമയാണോ? നീ നിന്റെ കൈ വെച്ചേ എന്റെ വീട്ടിൽ ഒന്ന് കാണിക്കണ്ട. അയ്യോ, എന്റെ പേരാ പറഞ്ഞത്, ഹേമ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. യോ, സ്വാമിയുടെ കൂടെ പഠിച്ച സുധാകരൻ ഇല്ലയോ? സ്വാമിയുടെ കൂടെ പഠിച്ച സുധാകരൻ? യോ, സ്വാമിയുടെ കൂടെ പഠിച്ച സുധാകരന്റെ ഭാര്യയാ ഞാന്. ഇപ്പൊ മനസ്സിലായി. ആ. സുധാകരൻ എന്തിയേ? അച്ഛനെ ഇന്നലെ പോലീസ് തൂക്കി. എത്ര കിലോ ഉണ്ടായിരുന്നു? അയ്യോ, അതല്ല, പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. എന്തോത്തിന്? മിന്നാമിനിങ്ങനെ ചന്തി വെട്ടി LED ബൾബ് ആണെന്ന് പറഞ്ഞ മിറ്റ്. ആഹാ, അത് കൊള്ളാം. അതൊക്കെ പോട്ടെ, നിങ്ങളെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? മേലെ പറമ്പിലെ ജയനാ. പറമ്പിലെ ജയറാമല്ലയോ? അയ്യോ, അതല്ലെന്ന് പറഞ്ഞ ആ മൈക്കാട് പണിക്കൊക്കെ പോകുന്ന ജയനില്ലയോ? അവൻ നന്ദിയുള്ളവനാ. അവന്റെ വീട്ടിലെ ശല്യം ഒരു ബാധ ഇല്ലാതെ ഞാൻ ഒഴിപ്പിച്ചു വിട്ടതാ. ആഹാ, അതെങ്ങനെയായിരുന്നു സ്വാമി? അവന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. ഇപ്പൊ അവന് യാതൊരു ശല്യവും ഇല്ല, അവൻ സമാധാനത്തോടെ ജീവിക്കുക. എന്നാ എന്റെ സ്വാമി എനിക്കൂടി ഇത്തിരി സമാധാനത്താ. പിന്നെ സമാധാനം ഇവിടെ പുഴുങ്ങി വെച്ചേക്കുമല്ലയോ? എന്റെ പൊന്ന് സ്വാമി, പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴത്തേക്കിനെ ഇവൻ ഉറങ്ങും. അപ്പം പിന്നെ പുസ്തകം എടുക്കാതിരുന്നാ പോരായോ? അപ്പൊ എനിക്ക് ഉറങ്ങണ്ടായോ? എന്തായാലും എന്റെ പൊന്ന് സ്വാമി, ഇതേട്ടെ അവന്റെ അരയിൽ ഒരു ചെണ്ട തൂക്കണം. ഏടി കൊച്ചാ, ചെണ്ട കഴുത്താലാ തൂക്കുന്നത്? എന്റെ സ്വാമി ജവിച്ചേടുന്ന ഐലസല്ലേ? അത് ഏലസ്. അയ്യോ, എടി ഹേമേ, നിനക്കറിയാവോ എന്തുവാ? പണ്ട് ഞാൻ ഒരു ബാധ ഒഴിപ്പിച്ചിട്ട് വരുന്ന വഴിക്ക് ആ വീട്ടിൽ എനിക്ക് ശമ്പളം തന്നില്ല. അയ്യോ, അത് കഷ്ടമായി പോയി. ഞാൻ നോക്കുമ്പോ അവിടെ ഒരു പുരാതനമായ ചാരുകസര ഇരിക്കുന്നു. ആരും കാണാ ഞാൻ അതെടുത്ത് എന്റെ തോളത്തോട്ട് അങ്ങ് മടക്കി വെച്ചതും പപ്പടം പൊടിയുന്നൊരു സൗണ്ട് കേട്ട്. ആ പഴയ കസേരയല്ലേ, എന്റെ കാല് വല്ല ഒടിഞ്ഞായിരിക്കും. ഓ, ആ പുരാതനമായ കസേരക്കകത്ത് അതിപുരാതനമായ ഒരു അപ്പൂപ്പൻ ഇരിക്കുമായിരുന്നു. അയാളെ കൂടെ മടക്കിയെടുത്താ ഞാൻ എന്റെ തോളത്ത് വെച്ചത്. എന്റെ സ്വാമി, ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? ഓട്ടിക്കാൻ പഠിപ്പിച്ചത് എന്റെ അച്ഛനാ. അതല്ലെന്ന് ഈ പൂജാകർമ്മങ്ങളൊക്കെ എന്റെ അപ്പൂപ്പനായിരുന്നു. നിനക്കറിയാവോ, എന്റെ അപ്പൂപ്പൻ ചുരിയ കുത്തി അതിന്റെ മണ്ടയിൽ കൂടെ തോടിന് അക്കറയാടിയിട്ടുള്ളവനാ. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. തലയും കുത്തി പൊതക്കണ്ടത്തിൽ വീണു കാൽ രണ്ടും വീ പോലിരുന്ന ആര് കാണാൻ അടി. എന്റെ സ്വാമി, എന്തായാലും എന്റെ കിണറ്റിലെ വെള്ളം കിടന്ന് തിളയ്ക്കുക. ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? ഇച്ചിരി അരി കഴിയാൻ കിടു, കഞ്ഞി കുടിക്കാം. ഞാൻ എന്നാൽ വരുന്ന അത്ര പഴം എടുത്തിട്ടുണ്ട്. എടാ, അത് അമ്മാവന് കഴിക്കാൻ കൊടുത്ത പഴമല്ലായിരുന്നോടാ? അമ്മാവൻ പറഞ്ഞു അമ്മാവന് ചൂട് പഴംപൊരി മതിയെന്ന്. അതുകൊണ്ട് പഴത്തിന്റെ കൂടെ അമ്മാവൻ എടുത്ത വിട്ട്. അയ്യോ, കേട്ടോ സ്വാമി, ഇതുപോലുള്ള കാര്യങ്ങൾ എന്റെ പെരക്കകത്ത് നടക്കുന്നത്. സ്വാമി, അതുകൊണ്ട് സ്വാമി ഈ ശംഖ് കറക്കി എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി തരണം. നമുക്ക് ശംഖൊന്ന് കറക്കാം. ശംഖ് കറപ്പോ കണ്ണടിച്ച പൂ ഇട്ടോണം. വേണ്ട, മുരളിപ്പൂവാ, തിന്നരുതേ. അത് അരുളിപ്പൂവല്ലയോ? എടി കൊച്ച, ഇത് അപ്പുറത്തെ വീട്ടിലെ മുരളിയുടെ പൂവാ. അവൻ അതിന്റെ ചോട്ടിലാ മൂത്രം ഒഴിക്കുന്നത്, അതുകൊണ്ട് അത് തിന്നരുതെന്ന് പറഞ്ഞേ. ചുമ്മാ അല്ല, തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകള് പ്രഷർ കൂടി തല പറഞ്ഞു വീഴുന്നേ. എന്തായാലും വേണ്ടേ, ശംഖ് കറക്കാൻ പോവാ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോണം. എന്തോ കണ്ണു പറഞ്ഞ ശംഖിന്റെ ദിശ എങ്ങോട്ടാന്ന് നോക്കിയേ. അതിന് ശംഖന്തിയേ? എന്താ ശംഖന്തിയേ? അത് സൗണ്ട് വരുന്ന ശംഖല്ല. ശംഖൂമ്മയാണ്. ഹേമേ, എന്തുവാ സ്വാമി? നിങ്ങളുടെ വീട്ടില് വെള്ളം ഇറങ്ങാ ചത്ത ഒരു ചാവിന്റെ പ്രശ്നമുണ്ട്. അതിപ്പോ ജലപിശാശായിട്ട് മാറിയേക്കുവാ. എന്നാൽ ജലപിശാശല്ല, എന്റെ അമ്മൂമ്മ ജലപിശാശ. ചാവാൻ നേരത്ത് ഈ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. അത് പിന്നെ സ്വാമി, സാധാരണ ചക്കരഭരണി കണ്ടാൽ നമ്മൾ കൈയിട്ട് നക്കും, സ്വാഭാവികം. ഈ തള്ള തലയിട്ട് നക്കി. ഭരണി തല കുരുങ്ങി ചത്ത ഇവർക്ക് ഞാൻ ഏത് വഴി വെള്ളം കൊടുക്കാനാ? അപ്പൊ പിന്നെ പ്രശ്നം കൂടത്തേ ഉള്ളു. അയ്യോ, എന്റെ സ്വാമി, പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുവാ. എന്റെ സുധാകരേട്ടനുണ്ടല്ലോ, 1 രൂപ പോലും ഇപ്പൊ എന്റെ ഈ തരത്തില്ല. ചോദിക്കുമ്പോ പറയുന്നതാ മണി ബാങ്കിൽ ഇടുവാന്ന്. അത് മണി ബാങ്കിലല്ല, അപ്പുറത്തെ മണിച്ചാച്ചിയുടെ ബാഗിലാ ഇടുന്നത്. അപ്പൊ അത് മണിപ്പിശാചിന്റെ കളിയാ. ആന്ന് സ്വാമി, ഇത് അവള് തന്നെ ഉണ്ടാക്കുന്ന പണിയാ. ഇന്നലെ ഉണ്ടല്ലോ എന്റെ മുറ്റത്ത് അവള് മുട്ടക്കകത്ത് കൂടോത്രം ചെയ്തോണ്ട് വെച്ചേക്കുന്നു. പിന്നെ മുൾസയ്ക്കകത്ത് കൂടോത്രം ചെയ്യാൻ പറ്റൂ? എന്റെ അമ്മ അത് നമ്മുടെ കോഴിയിട്ട മുട്ടയാ. ഏത് കോഴി? വേറൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. എന്തായാലും അച്ഛനല്ല. എന്തായാലും വാ, നമുക്ക് ആ കവടി നിരത്തി നോക്കാം. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് നോക്ക് സ്വാമി. എന്താണെന്ന് അറിയാവല്ലോ. ഇതെന്തോ ചക്കക്കുരുവോ? അയ്യോ,
ഇത് കുഴിച്ചിടാൻ പറ്റുന്ന ചക്കക്കുരു അല്ലയോ? അപ്പൊ എന്റെ വെണ്ണുമ്പോൾ എന്റെ കവടി എടുത്താണോ കുഴിച്ചിട്ടേക്കുന്നേ? സ്വാമി ഈ സ്ലേറ്റ് ഞാൻ എടുക്കുവാണേ. വെക്കട ഇവിടെ, എന്റെ കവടിയാ വെക്കട. ജലജേ ഒപ്പിച്ചല്ലേ ഒപ്പിക്കാൻ പോവാ. നീ കൊച്ചേ, ഇവന്റെ ദേഹത്ത് ഒരു പടുത്ത പിശാചിനെ കയറ്റാൻ പോവാ. അപ്പൊ നീ പിടിക്കണ്ട, പുറത്തു പോയി നിക്കേ. ഓ ആയിക്കോട്ടെ സ്വാമി. ആ പൊക്കോ. നാളെന്തവാടാ? നാളെ ഞായറാഴ്ച. അതല്ലടാ ചോദിച്ചാ, നിന്റെ നാളെന്തവാന്ന്? അത്തം. ആ അപ്പൊ അച്ഛൻ ഉത്തരത്തെ ചത്തിരിക്കും. സ്വാമിയുടെ നാളെന്തുവാ? എടാ, അച്ഛൻ പറയുന്ന അനിഴവാന്ന്, അമ്മ പറയുന്നു പൂയവാന്ന്. അപ്പൊ ഉടനെ വായിൽ അരിയും പൂവും വീഴും. കളത്തിൽ വേടാ. പിന്നെ വാടാളത്തെ ഞാൻ വരത്തില്ല. ഇനി സ്കൂളിൽ നിന്ന് മിണ്ടരുത്. ഹേമേ കേറി പോരെ സ്വാമി. ആ ഇതെന്താ സ്വാമി ഇവൻ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവന്റെ ശരീരത്തിൽ പടുത്ത പിശാചിനെ കയറ്റിയേക്കുവാ. ആണോ? അതിറങ്ങുമ്പോ അവൻ അങ്ങ് റെഡിയാവും. അയ്യോ സ്വാമി, എന്തായാലും സ്വാമി ഇത്രയൊക്കെ ചെയ്തല്ലോ, എനിക്ക് ഒരു ഉപകാരം കൂടെ ഒന്ന് ചെയ്തു തരാവോ? എന്റെ ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒന്ന് നിൽക്കാവോ? പിന്നെ കണ്ട ചന്തിക്കേസിനൊക്കെ ഞാൻ കൂട്ടിക്കാൻ പോവില്ല. കഷ്ടമുണ്ട് സ്വാമി. എടി കൊച്ചേ, കരം കെട്ടണം. ആഹാ, അതിനെന്താ? കരം കെട്ടാൻ വേണേ കാലൂടെ കെട്ടിയേക്കാം. എന്നാ ഞാനും കെട്ടാം. എന്റെ മുടിഞ്ഞ കൊച്ച, ഈ കരം കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, വസ്തുക്കരം കെട്ടണമെന്ന്. അത് ഞാൻ കെട്ടിക്കോളാം, പക്ഷെ സ്വാമി എന്നെ ഒന്ന് സഹായിക്കണം. അവൻ എത്ര കേസുണ്ട്? ആകെ ഒരു കേസേ ഉള്ളൂ. കൂട്ടുകാരനായോണ്ട് മാത്രം അവന്റെ ഈ ഒരു കേസിന് ഞാൻ ജാമ്യം നിൽക്കും. മതി മതി മതി. പക്ഷേ എന്റെ 10 കേസിലൂടെ നീ നിന്റെ വീട്ടുകാരുടെ ജാമ്യം നിൽക്കാവോ? സ്വാമി അടിപൊളി, കലക്കി. നല്ലൊരു സ്വാമിയാണ് അല്ലേ? നല്ലൊരു സ്വാമിയുടെ അടുത്താണ് നിങ്ങൾ എത്തിയത്. എവിടെയും വഴിമാറി പോയിട്ടില്ല. ജാഫ്രിക്ക അടിപൊളി, താങ്ക് യു. നല്ല പരിപാടിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതിൻ്റെ ഒരു ജീവനായിട്ട് തോന്നിയില്ല. അത് ഒരു കുറ്റം പറയുന്നൊന്നുമല്ല, ഒരു എനർജി കുറവ് പോലെ തോന്നി. എന്താണെന്നറിയില്ല. ചേച്ചി നന്നായിട്ട് ചെയ്തു കേട്ടോ. എന്തായാലും ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി അങ്ങ് അറിയുന്നില്ല. നല്ല അടുത്ത പരിപാടി നന്നായിട്ട് കുറച്ചുകൂടെ നല്ല രസകരമായിട്ട് ചെയ്യാനുള്ള നോക്കണം. ഇത് കുഴപ്പമില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. താങ്ക് യു ജാഫ്രിക്ക. ഷാജു ചേട്ടാ. സനീഷ്, സിന്ധു, സൈന്ധവ് നന്നായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ നിങ്ങൾ സാധാരണ വരുമ്പോൾ ഉള്ളൊരു എനർജിയും ഒരു തമാശയുടെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ ഈ സ്കിറ്റിൽ മിസ്സായിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് സൈന്ധവിനെ കുറിച്ച് പറയാനുള്ളത്, സാധാരണ മോൻ്റെ ഒരു എനർജി ഇന്ന് കണ്ടില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ആക്ടിങ്ങിലും ഒക്കെ കുറച്ചൊരു ഓവർ ഡൂ പോലെ ചെയ്തു. സാധാരണ അങ്ങനെ കുറച്ചുണ്ടെങ്കിലും ഇന്ന് കുറച്ച് അത് ഒരു ക്യൂട്ട്നെസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. മോൻ്റെ പ്രായത്തിൽ നിന്ന് പറയുമ്പം ചില ആക്ഷൻസൊക്കെ ഒരു രസമായിട്ട് തോന്നും. പക്ഷെ ഇന്ന് ഇച്ചിരി മനഃപൂർവ്വം മോൻ ആക്ഷൻ കൂട്ടി ചെയ്ത പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ഇങ്ങനെയുള്ളൊരു നിപ്പ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഒരു വെപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് മനഃപൂർവ്വം നമ്മൾ ഓവറായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുമല്ലോ, അങ്ങനെ തോന്നി. അതൊന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. മോൻ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സനീഷ്, പിന്നെ ഈ പറയുന്നത് പോലെ ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ്. സിന്ധു ആണെങ്കിലും ഒക്കെ നിങ്ങൾ രസമായിട്ട് ചെയ്യുന്നവരാണ്. ഇന്നെടുത്ത വിഷയത്തിലാണ് തമാശകൾ ഇല്ലാതായി പോയത്. എനിക്ക് തോന്നുന്നു അതിനപ്പുറം അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം തമാശകൾ പൊതുവേ കുറവായിരുന്നു. പക്ഷേ ഓവറോൾ നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. പുതിയ സബ്ജക്റ്റ് തപ്പേണ്ടിയിരിക്കുന്നു, മാറ്ററുകൾ പുതിയത് വരണം. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാര്യം ഒരു വീട്ടിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ഇനി പറയാൻ തമാശ പോലും അതിൻ്റെ അകത്ത് കുറവാണ്. സൈന്ധവ് ഉള്ളത് അപ്പുറയെന്ന് ഞാനന്ന് പറഞ്ഞത് കേട്ടിട്ടാന്ന് തോന്നുന്നു. കുറേ ആക്ടിവിറ്റി അവിടെ നിന്ന് സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ചുമ്മാ നിന്ന് കൗണ്ടർ കയറി അടിക്കാതെ പൂവും ആ തലയൊക്കെ മാറ്റി വെച്ചു അങ്ങനെയൊക്കെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് നിന്ന് കളിക്കാനുള്ള കൗണ്ടറുകൾ ഇതിൻ്റെ അകത്തില്ല. അതാണ് സത്യം. നിങ്ങൾക്ക് കളിക്കാനുള്ളതും ഇല്ല. ഇത് സത്യത്തിൽ ഒരു കഥയിലെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നത്, അതായത് ത്രെഡ് പറഞ്ഞു പോവുക എന്ന് വേണം പറയാനായിട്ട്. സ്ക്രിപ്റ്റ് ആയില്ലത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് തമാശകൾ വേണം. അതാണ് നമുക്ക് ആവശ്യം. നമ്മളെക്കാട്ടിൽ കൂടുതൽ പ്രേക്ഷകർക്ക് അത് ആവശ്യമാണ്. അപ്പോൾ അത് ശ്രമിച്ചാലേ ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ ജേർണി സുഗമമാകത്തുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഉഷാറ് സ്കിറ്റുകൾ നമുക്ക് തന്ന ടീമാണ്. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തിരുത്തി അടുത്ത പ്രാവശ്യം കലക്കും നമ്മള്. അടുത്ത പ്രാവശ്യം കലക്കാൻ ഈ പ്രാവശ്യത്തെ പൈസ വാങ്ങിച്ചാലോ? ജാഫ്രിക്ക ഐശ്വര്യമായിട്ട് 3000 രൂപ. ഓക്കെ. ഷാജു ചേട്ടാ, ഞാനൊരു 3000 രൂപ കൊടുത്തു. 6000 രൂപ കിട്ടിയിട്ടുണ്ട്. നസീർക്ക, ഞാൻ ഈ ഇതിന് പുറകിൽ വെച്ചിട്ടുണ്ട്. കവടി നിർത്തണ്ട, നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. ഓക്കെ, വാങ്ങിച്ചോ.
10,000 രൂപ. ഓക്കെ, സാധാരണ കിട്ടുന്നത് കുറവാ, പക്ഷെ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ, ഇതിന്റെയും കൂടെ ചേർത്ത് അടുത്ത പ്രാവശ്യം വാങ്ങിക്കണം. ഓക്കെ, പുതിയ ഹെയർ സ്റ്റൈലാണ്, അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും കലക്കണം. ഓക്കെ, സ്റ്റാൻഡപ്പിന്റെ സമയമാണ്. കാലിക്കറ്റ് എന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഓൾറെഡി സ്കിറ്റിൽ വന്നും സ്റ്റാൻഡപ്പിൽ വന്നും നമ്മളെ ചിരിപ്പിച്ച ആളാണ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഗിനീഷ് ഗോവിന്ദ് ഫ്രം കാലിക്കറ്റ്. വെൽക്കം ബാക്ക്. ആദ്യം സ്കിറ്റ്, പിന്നെ സ്റ്റാൻഡപ്പ്, വീണ്ടും സ്റ്റാൻഡപ്പ്. അതെ അതെ അതെ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോ എക്സ്ട്രാ ഉള്ളത് ജാഫ്രിക്ക, നമ്മളെ കുടുംബത്തിനുള്ള. അതെ, അപ്പൊ അമ്മ എന്നാ ഉഷാറാക്കിയേക്കല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഇന്ന് ജന്മദിനാണ്. ആരുടെ? എന്റെ അല്ല, ബാലഗോപാലന്റെ. അറിയോ ബാലഗോപാലനെ? ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ല പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എന്നെ തെപ്പിക്കുമ്പം പാടടി. ഇങ്ങനെ പാട്ടുപാടി അമ്മ കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്ന ബാലഗോപാലിനെ കാണാൻ തന്നെ ഒരു ചന്ത. ആ കുട്ടികളുടെ കൂടെയൊക്കെ പാടവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടി തോടൊക്കെ ചാടി കടന്ന് മറ്റുള്ള കുട്ടികളൊക്കെ കഥകളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ബാലഗോപാലുണ്ടല്ലോ, അവൻ്റേതായ ഒരു ലോകത്താണ്. അവൻ്റെ കയ്യിൽ നിറയെ തീപ്പെട്ടി ചിത്രങ്ങളാണ്. അതായത് തീപ്പെട്ടിയുടെ പുറംകവല് അത് നന്നായിട്ട് ആ കവർ വെട്ടിയെടുത്ത് അത് കത്രിക വെച്ച് ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെക്കും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളോടൊക്കെ ചേർന്ന് ഇവൻ ഇതുള്ള കളിയാ. ഒരു ദിവസം ഹെഡ്മാഷ് പിടിച്ച്, ബലവല ഈ കളി ഇവിടെ നടക്കൂല കേട്ടോ, എന്നെ പുറത്താക്കാൻ വേണ്ടി പോവാണ്. ബലവലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാഷേ ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോവാം. മാഷും ബാലഗോപാലനായിട്ട് കളി തുടങ്ങി. 6 റൗണ്ട് കംപ്ലീറ്റ് സ്റ്റാഫ് കുട്ടികളെല്ലാം സാക്ഷിയായിട്ട് നിന്ന് 6 റൗണ്ടിലും മാഷ് നിപ്പ് തോറ്റു. ആനുകൂല്യം പോലും വാങ്ങാൻ നിൽക്കാതെ രാജിക്കത്ത് എഴുതി കൊടുത്ത് ഹെഡ് മാഷ് അന്നത്തോടു കൂടി പോയി. ഇപ്പം തമിഴ്നാട്ടിൽ തെങ്കാശിയിലോ ശിവകാശിയിലോ ഏതോ തീപ്പെട്ടി കമ്പനിയിൽ മരുന്ന് നടക്കുന്ന പണിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാലഗോപാലൻ തന്റെ പണി എന്താക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ പറമ്പിലേക്ക് മാറ്റി. കിൽക്കുത്തം, നാടമുറി, ചട്ടികളി, ഇങ്ങനെയൊക്കെ. ഈ സമയത്താണ് കടിയങ്ങാട് അമ്പലത്തിലെ ഉത്സവം മാറാട്ട് മഹോത്സവം അങ്ങനെ അരങ്ങേറുന്നത്. ഉത്സവത്തിന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ്ഥാന അനൗൺസർ ആയിട്ടുള്ള സുനിയാണ്. സുനി മൈക്കിലൂടെ വിളിച്ചറിഞ്ഞ്, ഉത്സവത്തിന് കലക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അണ്ണന്മാര്. മേലത്തെ പറമ്പിൽ ചട്ടി കളിച്ചുകൊണ്ടിരുന്ന കിൽക്കുത്തം കുത്തിക്കൊണ്ടിരുന്ന ബാലഗോപാലൻ ടീമും കൂടെ ടൗണിലേക്ക് വന്ന്, അങ്ങനെ ഉണ്ടോ നമ്മളെ നാട്ടിൽ വന്നിട്ട് തമിഴന്മാർ കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കാണണല്ലോ. നോക്കുന്ന സമയത്ത് സംഗതി സെറ്റാ. തമിഴന്മാർ നിന്ന് കലക്കിക്കൊണ്ടിരിക്കുക. പത്തക്ക വെള്ളം, സർബത്ത്, സോഡാ സർബത്ത്. അപ്പൊ നേരെ വരെ ചെന്നാരെടുത്തെന്നറിയോ? സുനീന്റെ അടുത്തേക്കാ. സുനിയെ ഇമാതിരി ക്ലീഷാ ഡയലോഗ് ഇനി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടിച്ചെൻ്റെ ചപ്പക്കുട്ടി തെറ്റുകൾ മറ്റേ സുനിക്കൊരൊറ്റ അടി കൊടുത്ത് സുനീന്റെ ഗാങ് ഇറങ്ങി. ആ ടൈമിനാണ് കൊച്ചിൻ ഫിഗേഴ്സിന്റെ ഫിഗർ ഷോ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ബാലഗോപാലൻ നേരെ കാരി സ്റ്റേജിലേക്ക്. ബാലൻ കെ നായർ ജയനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബാരൽ ബണ്ണായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ അടിയിൽ തന്നെ ഇവന്റെ ബിഗ് തെറിച്ചുപോയി, ഫിഗർ ഔട്ടായി. നല്ല ടംബോലത്തെ പരിപാടി, ജനങ്ങളും കൂടി ഇളകി. ഇവനെന്ത് മണിച്ചെന്ന് വെച്ചാൽ അപ്പം തന്നെ തോക്ക് വാങ്ങിച്ച് ഇങ്ങനെ ഈ സുനീനെ കൊല്ല പിടിച്ചെങ്കിലും നേരെ വെടിവെച്ചപ്പം നേരെ ചെന്ന് കൊണ്ട് ഇളനീർ കൊലമില്ല. 2 കൊല ഇളനീര് കൊടുങ്ങല്ലൂർ ഗിരീഷിന്റെ തലയിൽ. എനിക്കൊരാളാണ്, ആളല്ല, ഒരാനയല്ലോ എന്നുള്ളത്തിന് കൊണ്ടുവന്നേ. അതും അടഞ്ഞി. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങളും ആനയൊക്കെ കൂടെ അടഞ്ഞോട് കൂടിയിട്ട് ഇവൻ നേരെ ഓടുന്നോട്ടത്തിൽ ഇവൻ ചെന്നൊരു പൊട്ടക്കിണറ്റിൽ വീണ്. ഓൾറെഡി പൊട്ടക്കിണറ്റിൽ ഒരാളുണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ച്, അല്ല ഇക്കൊല്ലത്തെ ഉത്സവത്തിനുള്ളോ അതോ കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിനുള്ളോ? അല്ല, ഞാൻ ഇക്കൊല്ലത്തെ ഉത്സവത്തിനുള്ള. എവിടെയാ സ്ഥലം? കടിയങ്ങാട്. കടിയങ്ങാട് എവിടെ? കടിയങ്ങാട് മഹിമയിൽ എവിടെ? മഹിമയിൽ ശങ്കർ മാഷിന്റെ വീടിന്റെ തൊട്ടു താഴെ. ആരേ? രാഘവന്റെ താഴെയുള്ള നാരായണന്റെ മോന. കള്ളപ്പന്നി. ഇന്നോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേനെ ഒറ്റക്കിട്ടിട്ട് ഉത്സവത്തിന് കൂടാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചൊരു അടി അച്ചാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പം പിന്നെ നന്നായി. ഫുട്ബോളിനോടായിരുന്നു പിന്നെ കമ്പം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അർജന്റീനിയന്റെ പ്രാന്തൻ ആരാധകൻ. അങ്ങനെ സൗദിനോട് അർജന്റീനിയ തോറ്റ ദിവസം ഇവന് ഭയങ്കര വിഷമം. ഇവൻ മൂത്തച്ഛൻ്റെ കൂട്ടത്തിലാണ് കിടന്ന് ഉറങ്ങാറ്. അന്ന് രാത്രി ഇവൻ വിഷമിച്ച് കിടന്നുറങ്ങിയെങ്കിലും അർജന്റീനയ്ക്ക് വേണ്ടി സൗദിക്കെതിരെ അടിച്ച 5 ഗോളാണ് അകാലത്തിൽ ഇവന്റെ മുത്തച്ഛനെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കെട്ടിച്ച്. ഇപ്പൊ കർക്കിടക മാസത്തിൽ ബലി ഇട്ട് കഴിഞ്ഞാലും ഈ പറമ്പിലുള്ള മാവിന്റെ മുകളിൽ ഒന്ന് വന്ന് ഇങ്ങനെ നിൽക്കും, ഒന്ന് നോക്കും.
ഉരുട്ടി വെച്ച ഉരുള ഉണ്ടല്ലോ ചിലപ്പോ ഫുട്ബോൾ ആയിട്ട് തോന്നുന്നുണ്ടാവും പാപ്പ ആടെ നിൽക്കല്ല കറന്നു പോക്കാണ്. പിന്നീട് ഇവനെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വന്നിട്ട് ആൾക്കാർ മോട്ടിവേഷൻ പരിപാടികൾ, ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായി തീരുക. ഇവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോട്ടറി അടിക്കുക എന്നുള്ളതാണ്. ഇവന്റെ വീട്ടിൽ ഭക്തിഗാനവും അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. രാവും പകലും വെക്കും. 25 ലക്ഷം രൂപയും മാരുതി കാറും പാവപ്പെട്ട ബാലഗോപാലൻ നേടിക്കൊടുത്ത പെരിയാർ പമ്പറും നടക്കെടുക്കിന്റെ ഭാഗ്യ ടിക്കറ്റുകൾ കൊടുക്കെ ഇവൻ തന്നെ വെക്കും, ഇവൻ തന്നെ വാങ്ങും. ബാക്കി വന്ന ഏതോ ഒരു ടിക്കറ്റിൽ ഇവന് പ്രൈസ് അടിച്ച് 25,000 ഉറുപ്പ്യ. ഇതിനിടയ്ക്ക് ഇവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ലൊരു ടച്ചിന്റെ ഫോൺ വാങ്ങി. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇവൻ കാണുന്ന സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ട് ഇവനോട് വെച്ച്, അല്ല കൂട്ടിനൊരാൾ വേണ്ടേ? നിങ്ങളുടെ പ്രണയത്തെ അടുത്തറിയാൻ, നിങ്ങളെ ചേർത്ത് നിർത്താൻ നിങ്ങളുടെ കൂടെ ഇതാ ഒരാൾ. ഇവിടെ ഒരാളുണ്ടല്ലോ ബിന്ദു. അല്ല ഇനിയിപ്പം 2 ആയാലും കുഴപ്പമില്ല. അവസാനമായിട്ട് അമരം കണ്ട ഇവനെന്ത് തമന. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇത് ഡൗൺലോഡ് ചെയ്ത് ചെന്നോക്കുന്ന ആരെങ്കിലും ഉള്ളിൽ നിൽക്കുകയാണ്. ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഗന്ന. സംഭവം പേരില്ല സിമ്പിൾ ഇല്ലെങ്കിലും വസ്ത്രത്തിൽ വളരെ വളരെ സിമ്പിളാണ്. ഇവനോട് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്, സുഖം ബാല, സുഖാണോ? ഇവള് പറഞ്ഞ മാതിരി ഇവൻ ആടി. നൃത്തമാടൂ ബാല, നടനമാടൂ ബാല, നൃത്തം ഞാനെങ്ങനെ ചെയ്യും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. എല്ലാം കൂടി ഇങ്ങനെ ആയി വെക്കുമ്പോ ഇവ സ്ക്രീനിലേക്ക് നോക്കുമ്പോ പിന്നെ വന്നതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമ്പം മീശക്കാരനാ. ചോദിച്ചെന്താ, അല്ല ഓളെ പോയി നമ്മളെ സിമ്പിൾ കന്നൊന്നുമില്ല, അത് ഏയ് അങ്ങനെയൊന്നും പറയരുത്. ഓളെ വിളിക്ക് എടോ, അത് എൻ്റെ അർദ്ധനഗ്ന മേനിയുണ്ടല്ലോ ലോകം മൊത്തം പറക്കാൻ വേണ്ടി പോവാണ്. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് 1 ലക്ഷം രൂപ അയച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് മൊത്തം എൻ്റെ ഈ അർദ്ധനഗ്ന മേനി ഒഴുകി നടക്കും. ഇവൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ സംഭവം സത്യ വന്ന് കിടക്കുകയാണ്. അന്ന് അമ്മ ഓലത്തുമ്പത്തിരുന്ന് പാട്ട് പാടിച്ച ബാലഗോപാലിൻ്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 42 വയസ്സുള്ള ബാലഗോപാലൻ നിന്ന് ആടിക്കൊണ്ട് നിൽക്കുകയാണ്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കെട്ടി അരഞ്ഞാണല്ലേ, അത് ഇത്തിരി വലുതായിക്കുന്നു മാത്രം. ഇവനാകെ പ്രാന്തായി, ഇയാൾക്ക് പൈസ കൊടുക്കണ്ടേ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റമ്മി ഡൗൺലോഡ് തുടങ്ങി. റമ്മി ഡൗൺലോഡ് ചെയ്ത് രാവും പകലും കളിയോട് കളിച്ച് ഇവൻ ക്ഷീണാവുന്ന സമയത്ത് ലാൽ സാർ കയറി വരും. കള്ളപ്പത്തി കളിക്കണവർക്ക് പൈസ കൊടുക്കേണ്ടതാ സിമ്പിൾ ഗന്നക്ക്. അങ്ങനെ കളിച്ച് പാകെ ഉണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും ഈ വീടും പോയി. ഇപ്പൊ പേരാമ്പ്ര സ്റ്റാൻഡിൽ സ്റ്റാൻഡപ്പാ. എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കണ്ട ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പം ഒന്ന് ആലോചിച്ചാലേ, അല്ല നസീർക്ക, നമുക്ക് ഇതിന്റെ ഒരു ഗ്യാപ്പിൽ 2 റൗണ്ട് റമ്മി ഒന്ന് അടിച്ചാലോ? അപ്പൊ നിഷേട്ടാ അടിപൊളി. ഇടയ്ക്ക് നിഷേട്ടന്റെ ഒരു ഐറ്റം കൂടെ വന്നു. അതെ ചേട്ടാ, ഗിരീഷേ ഗംഭീരമായിരുന്നു ഗിരീഷ്. ഗിരീഷിൻ്റെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനു മുമ്പ് വന്നപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു. ഗിരീഷിൻ്റെതായ ഒരു ശൈലിയുണ്ട്, അത് വളരെ അട്രാക്റ്റീവാണ്. നമ്മളതിങ്ങനെ കണ്ടിരുന്ന് പോവും. എന്താണ് ഒരു കണ്ണൂർ ശൈലിയും ആ സാധനങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഡെയിലി നമ്മൾ ന്യൂസ് കാണുമ്പോൾ, നമ്മൾ ഓൺലൈനിൽ കാണുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഈ റമ്മിയിൽ ചെന്ന് വീണ് ലക്ഷങ്ങൾ പോയി, അല്ലെങ്കിൽ വീട് വിറ്റു, അല്ലെങ്കിൽ പല ആപ്പുകൾ നമ്മൾ കാണുമ്പോൾ പോലും നമുക്ക് അറിഞ്ഞുകൂടും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതലും ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ മേലാത്തവരാണെന്ന് തോന്നുന്നു ഇതിനകത്ത് വന്ന് അകപ്പെടുന്നത്. ഒപ്പം അറിയാവുന്നവരും വളരെ വിദ്യാസമ്പന്നരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ പോലും ഇതുപോലുള്ള ആപ്പുകളുടെ പരസ്യങ്ങളെല്ലാം കണ്ട് ഇത് കൊള്ളാം, ഇതിൽ നിന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്നവർ പോലും ഉണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡപ്പ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇതിലും കുറച്ചുകൂടെ ഓളമായിരുന്നു. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്ത്. എങ്കിൽ രസമുണ്ടായിരുന്നു. കണ്ടെത്തലുകളെല്ലാം നല്ല രീതിയിലുള്ള കണ്ടെത്തലുകളാണ്. ബാലഗോപാലിനെ തുടങ്ങിയിട്ട് റമ്മിയിൽ വന്ന് അവസാനിച്ചു. രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. താങ്ക് യു. ഓക്കെ. ഞാൻ എന്നാ പറയുന്നത്, ഒന്നാമത് ഈ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കണ്ണൂർ, കോഴിക്കോട്, ഇവിടുന്ന് ഈ അങ്കമാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് മലബാർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഷയും നല്ലതാ. എല്ലാത്തിങ്ങൾക്കും ഭയങ്കര സ്നേഹമാണ്. എന്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഒന്നും നോക്കില്ല. ഒരു പരാതി എനിക്ക് പറയാനുണ്ട്. ഈ ബാലഗോപാലിൻ്റെ ഒരു 3-4 ഐറ്റം പറയണ്ട, അയച്ചിട്ട് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുക. ബാലഗോപാലിന് അത് ചെയ്തു, റമ്മി കളിച്ചു, അങ്ങനെ കളിച്ചു, 3-4 പറഞ്ഞു. ബാലഗോപാലിൻ്റെ 2 പറഞ്ഞായിരുന്നു.
കുറച്ച് കുറച്ചിട്ട് അടിച്ചു കയറ്റുക. അതെ. ചിരിക്കാനുള്ള സാധനങ്ങളെ എന്താണേലും ഇത് ആർക്കും ഇത് ഒരു കുറ്റവും പറയാൻ പറ്റില്ല, ഇത് ഇഷ്ടപ്പെടും. പക്ഷേ അതിനകത്ത് നമുക്ക് കൂടുതൽ ചിരിക്കാനുള്ള സാധനങ്ങൾ ചിരിയാണല്ലോ ഇവിടെ. അപ്പോൾ ഇനി ചെയ്യുമ്പോഴത്തേക്കും ചിരിക്കാനുള്ള സാധനങ്ങൾ കൂടുതൽ ഇട്ടിട്ട് കുറച്ച് ഒതുക്കി അങ്ങ് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജാഫർക്ക. അപ്പം അടുത്ത പ്രാവശ്യം പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ ആയിട്ട് ചിരിക്കാനുള്ള ഒരുപാട് നമ്പേഴ്സുമായിട്ട് പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് കാണാം. കാണാം. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇന്നത്തെ ഐറ്റം എല്ലാം കഴിഞ്ഞു. കട പൂട്ടാൻ പോവാണ്. നസീർക്ക കൂട്ടുന്നതിന് മുമ്പ് ഒരു 2 വാക്ക്. ആൾക്കാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നസീർക്കയുടെ 2 മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടിട്ട് പോകുന്ന വിചാരിച്ചു. ആരാണ് ഉറങ്ങുന്നത്? നാളെ ഇത് വരാൻ വേണ്ടി അവർ ഇന്നേ ഉറക്കൊളിച്ചിരിക്കുകയാണ്. എന്താ കവിത, എന്താ ആണോ ജാഫ്രിക്ക? ഞാൻ ഉറങ്ങും. എനിക്കിപ്പോ ഒന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ കിടന്നുറങ്ങും. അപ്പൊ പിന്നെ അധികം വെയിറ്റ് ചെയ്യിക്കുന്നില്ല. എല്ലാരും പോയി നന്നായിട്ട് കിടന്നുറങ്ങുക. രാവിലത്തെ ജോലികളൊക്കെ തീർത്ത് ഫ്രഷ് ആയിട്ട് വൈകിട്ട് ടിവിയുടെ മുമ്പിൽ വരിക. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ചിരിപ്പിക്കാൻ കുറെ പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചിരിക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം റീഗൽ ജുവലേഴ്സ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.